തൃശ്ശൂരിൽ വൺ ഡേ ട്രിപ്പായി ചിമ്മിനി ചൂസ് ചെയ്യുന്നവർക്കായി ഒരു കംപ്ലീറ്റ് ഗൈഡ് വീഡിയോ ആണിത്. പച്ചപ്പിൻ്റെ പറുദീസയിലേക്ക് ഒരു ബൈക്ക് റൈഡ്, പോകും വഴി വെറൈറ്റി വൈൽഡ് അനിമൽ സൈറ്റിംഗ്, വനത്തിനുള്ളിലൂടെ ഗൈഡിനോടൊപ്പം ചൂരൽതല ട്രക്കിംഗ്, റിസർവോയറിൽ ശാന്തമായ കൊട്ടവഞ്ചി ബോട്ടിങ്ങും, സോഷ്യൽ മീഡിയ ആമസോൺ കാട് എന്ന പേരിൽ വൈറലാക്കി മാറ്റിയ പാലപ്പള്ളി ഗ്രൗണ്ടും, ചൊക്കന എന്ന ആനഗ്രാമ വിശേഷങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ള ഈ യാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് 9 മണിയോടുകൂടി തൃശ്ശൂർ വടക്കുന്നാഥ ജംഗ്ഷനിൽ നിന്ന് ആരംഭിക്കുകയാണ്. തൃശ്ശൂരിൽ നിന്നും 36 കിലോമീറ്ററാണ് ചിമ്മിനിയിലേക്കുള്ള ദൂരം വരുന്നത്. ബൈക്ക് റൈഡ് പ്രേമികൾക്ക് ഏറ്റവും പ്രിയമുള്ള പാതയാണിത്. ഇരുവശങ്ങളിലും പച്ചപ്പിന്റെ തണലിൽ ബൈക്ക് ഓടിക്കുന്ന വൈബാണ് അതിന് പിന്നിൽ. കൂടാതെ അതിരാവിലെ തന്നെയാണെങ്കിൽ കോടമഞ്ഞും, മൺസൂൺ കാലത്താണെങ്കിൽ ചാറ്റൽ മഴയും, ശല്യമില്ലാതെ റബ്ബർ തോട്ടത്തിലൂടെ മേയുന്ന വന്യമൃഗങ്ങളുടെ സൈറ്റിങ്ങുമാണ് ഈ യാത്രയെ ഏറ്റവും ഹരം കൊള്ളിക്കുന്നത്. ഫുൾ സൈലന്റ് ആയ ഒരു അറ്റ്മോസ്ഫിയറിൽ കൂടി കാറ്റിന്റെ താളം പിടിച്ച് ഈ കാണുന്ന അറ്റമില്ലാത്ത നീണ്ട റോഡും അങ്ങ് മലഞ്ചെരുവിൽ മഞ്ഞിറങ്ങുന്നതുമായ കാഴ്ചയാണ് ചിമ്മിനിയിൽ വന്നുപോയവരുടെ മനസ്സിൽ മറക്കാനിടയാകാത്ത സ്പെഷ്യൽ സ്പോട്ട്. ഈ ട്രിപ്പിന്റെ ആദ്യ സ്റ്റോപ്പ് എന്ന പോലെ എല്ലാവരും വണ്ടി നിർത്തി സ്പെൻഡ് ചെയ്യുന്ന ഒരിടമാണിത്. മൺസൂൺ കാലമായതിനാൽ നല്ല വെള്ളമുണ്ടിപ്പോൾ. സാധാരണ ഇത്രയേറെ വെള്ളം ഉണ്ടാകാറില്ല. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങാനും ടൈം സ്പെൻഡ് ചെയ്യാനും എല്ലാവരും ഉപയോഗിക്കുന്നത് ഒരു പതിവാണ്. ഈ കൈവരി പുഴയുടെ പേരറിയുന്നവർ ഒന്ന് കമന്റ് ചെയ്യണേ. യാത്രയെ കൂടുതൽ ത്രില്ലടിപ്പിക്കുന്ന കാഴ്ചയാണ് ഇനി നമ്മളെ കാത്തിരിക്കുന്നത്. പറഞ്ഞു തീർന്നില്ല. ചെമ്പരിയാടികളെ പോലെ കൂട്ടമായി പുല്ല് മേയുന്ന മാൻകൂട്ടത്തെ കണ്ടോ? ഇങ്ങനെയാണ് സൈറ്റിംഗ് നമ്മുടെ മുന്നിലെത്തുക. മാൻകൂട്ടത്തെ നമ്മൾ ഇതിനു മുമ്പും കണ്ടിരിക്കാം. എന്നാലും നമ്മുടെ ഓരോ യാത്രയുടെയും മാറ്റുകൂട്ടാൻ ഓരോ വൈൽഡ് അനിമൽ സൈറ്റിങ്സിനും പ്രത്യേക കഴിവുണ്ട്. പച്ചപ്പിനിടയിലെ അവരുടെ പുള്ളിപ്പാടുള്ള തൊലി നിറം ഹൈലൈറ്റായി കാണാം. വണ്ടി നിർത്തി എത്ര നേരം അത് ക്യാമറയിൽ പകർത്തിയാലും മതിയാവില്ല നമുക്ക്. അവരാണെങ്കിലോ നമ്മളെ ശ്രദ്ധിക്കുക പോലും ചെയ്യാതെ അവരുടെ തീറ്റയിൽ നല്ല രീതിയിൽ മുഴുകിയും നടക്കുന്നതും കാണാം. ഇതാണ് ചിമ്മിനി ഡാമിന്റെ ചെക്ക് പോസ്റ്റിനോട് ചേർന്നിട്ടുള്ള ഒരു കൊച്ചു ജംഗ്ഷൻ. അത്യാവശ്യത്തിന് കടകളുള്ള ഇവിടെ നിന്ന് ബ്രേക്ക്ഫാസ്റ്റോ ഉച്ചയൂണോ കഴിക്കാനുള്ള സൗകര്യം ഉപയോഗപ്പെടുത്തുന്നതാണ് നല്ലത്. അതല്ലെങ്കിൽ ഇനി അങ്ങോട്ടേക്ക് കടകളൊന്നും ഉണ്ടാകില്ല. ഇതാണ് ചിമ്മിനി ഡാമിലേക്കുള്ള ചെക്ക് പോസ്റ്റ്. ഇവിടുന്ന് വേണം നമ്മൾ എൻട്രി ഫീയും അതുപോലെ നമ്മുടെ വാഹനങ്ങളുടെ പാസും എടുത്ത് മുന്നോട്ട് പോകുന്നത്. എൻട്രി ഫീ ആയി ഒരാൾക്ക് പെർ ഹെഡ് 20 രൂപയാണ് ഈടാക്കുന്നത്. വാഹനങ്ങൾക്കുള്ള പാസ് 10 രൂപയും. ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ് മുന്നോട്ട് നീങ്ങിയ 2 വഴി കാണാം. ഇവിടുന്ന് ഇടത്തേക്കുള്ള വഴിയാണ് നമ്മളിപ്പോൾ മുന്നോട്ട് പോകുന്നത്. അത് ഡാമിൻ്റെ റിസർവോയറിലേക്കുള്ള വഴിയാണ്. ഇതാണ് ഡാമിൻ്റെ മുകൾ ഏരിയയിലേക്ക് പോകാനുള്ള ഗേറ്റ്. ഇവിടെ വണ്ടി പാർക്ക് ചെയ്ത് നമുക്ക് നടന്നു വേണം ഉള്ളിലേക്ക് പോകാൻ. ഇപ്പം ഏകദേശം 10:30 ആയിട്ടുണ്ട് സമയം. ഗേറ്റ് കടന്ന് മുന്നോട്ട് നടന്നാൽ ഡാം റിസർവോയറിൻ്റെ ഏരിയ മുഴുവനായി ഒറ്റ നോട്ടത്തിൽ കാണാനാവും. അങ്ങ് അകലെ കാട്ടാനക്കൂട്ടം വെള്ളം കുടിക്കുന്ന കാഴ്ച നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്നറിയില്ല. മാക്സിമം സൂം ചെയ്താൽ ഇങ്ങനെ കാണാം. ഇവിടെ ഇതൊരു പതിവ് കാഴ്ചയാണ്. 1975 നിർമ്മാണം ആരംഭിച്ച് 1996 പണി തീർത്ത ഈ ഡാമിൻ്റെ ഉയരം വരുന്നത് 49.5 മീറ്ററാണ്. നീളം ഏകദേശം 495 മീറ്ററും. ജലസംഭരണ ശേഷി ഏകദേശം 13.73 ദശലക്ഷം ക്യൂബിക് മീറ്ററാണ്. ഈ ഡാമിലെ വെള്ളം മെയിനായി കൃഷി ആവശ്യങ്ങൾക്കാണ് ഉപകരിക്കുന്നത്. അങ്ങനെ നമ്മൾ ഡാമിൻ്റെ റിസർവോയർ ഏരിയ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഡാമിൻ്റെ ഷട്ടർ ഭാഗത്തേക്ക് ഇറങ്ങിച്ചെല്ലാം. ഈ കാണുന്ന സ്റ്റെപ്പുകൾ അങ്ങോട്ടേക്കുള്ളതാണ്. KCBയുടെ ഒരു ബോർഡ് ഇവിടെ കാണാം. അതിൽ പറഞ്ഞ അനുസരിച്ച് 1x2.5 മെഗാവോൾട്ട് ചെറുകിട ജലവൈദ്യുത പദ്ധതിയായും ചിമ്മിനി ഡാമിനെ പ്രയോജനപ്പെടുത്തുന്നുണ്ടത്രേ. സ്റ്റെപ്പുകൾ ഇറങ്ങിച്ചെന്ന് താഴെ എത്തിയാൽ കാണുന്ന വ്യൂ ആണിത്. സ്ലൂസ് വാൽവ് തുറന്നുവിട്ടതിൻ്റെ കാഴ്ചയാണിത്. വലിയ ഒച്ചയിലും ഫോഴ്സിലും വെള്ളം പുറത്തേക്ക് പോകുന്നതിൻ്റെ ദൃശ്യം ഇവിടെ തൊട്ടടുത്ത് നിന്ന് കാണാം.
അണക്കെട്ടിന്റെ ഇവിടെ വരെ വന്നിട്ട് ഡാമിന്റെ സ്പെഷ്യൽ സർവീസായ കൊട്ടവഞ്ചി സവാരി കാണാതെ എങ്ങനെയാ പോവാ? അപ്പൊ നമുക്കും കൊട്ടവഞ്ചി സവാരിക്ക് പോകാം. ആ കാണുന്ന കൗണ്ടറിൽ പെർ ഹെഡ് 100 രൂപ പ്രകാരം 4 പേരടങ്ങുന്നതാണത്രേ ഒരു കൊട്ടവഞ്ചി സവാരി സർവീസ്. ഇതാണ് നമുക്കുള്ള കൊട്ടവഞ്ചി. പുതിയ കൂട്ടുകാരുമൊത്ത് ഡാമിന്റെ ആഴങ്ങളിലൂടെ സേഫായി ഇവർ നമ്മളെ കൊണ്ടുപോകും. അരമണിക്കൂറോളം ഡാമിന്റെ കാറ്റും തണുപ്പും അനുഭവിച്ച് ഒരരയന്നത്തെ പോലെ നമുക്ക് നീങ്ങാൻ പറ്റും. ഇവിടെ വരുന്നവരാരും ഇത് മിസ്സാക്കരുതേ. അത്ര സൂപ്പറാണിത്, പറഞ്ഞറിയിക്കാൻ പറ്റിയല്ല. ഡാമിന്റെ ഇങ്ങേയറ്റം മുതൽ അങ്ങേയറ്റം വരെ നമ്മൾ കൊട്ടവഞ്ചിയിലൂടെ പോകുന്ന ഈ സഫാരിയുടെ ഏറ്റവും എന്റർടൈൻമെന്റ് മൊമെന്റ് ആണിത്. നമ്മളാണോ ഭൂമിയാണോ കറങ്ങുന്നതെന്ന് പോലും മനസ്സിലാകാത്ത വിധമുള്ള ഈ കറക്കമാണ് ഈ സഫാരിയുടെ എൻഡ് പാർട്ട്. കൊട്ടവഞ്ചി സവാരി കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നത് മോസ്റ്റ് ഇൻട്രസ്റ്റിംഗ് പാർട്ടായിട്ടുള്ള ചൂരത്തല ട്രെക്കിങ്ങിലേക്കാണ്. ഇപ്പൊ സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. ഈ കാണുന്ന കൗണ്ടറിൽ നിന്ന് വേണം പാസ് എടുക്കാൻ. അവിടെ നിന്ന് അലോട്ട് ചെയ്തിട്ടുള്ള ഗൈഡിന്റെ ഒപ്പമാണ് നമ്മുടെ യാത്ര. 600 രൂപയാണ് പെർ ഹെഡ് ഫീ ആയി വരുന്നത്. ഇവിടുന്നാണ് നമ്മുടെ ട്രെക്കിംഗ് ആരംഭിക്കുന്നത്. ഓരോ ഗ്രൂപ്പിനും സ്പെഷ്യലായി അലോട്ട് ചെയ്ത ഗൈഡിനോടൊപ്പമാണ് ഇവർ നമ്മളെ വനത്തിലേക്ക് പറഞ്ഞയക്കുന്നത്. ആ കാണുന്ന ടാറിട്ട റോഡിലൂടെ വേണം ട്രെക്കിങ്ങിന് കയറാൻ. ചുറ്റും കൂറ്റൻ തേക്കിൻ മരങ്ങളാണ് കൂടുതലും. കാടിൻ്റെതായ തണുപ്പും ഒട്ടേറെ പക്ഷികളുടെ സാന്നിധ്യവുമാണ് ഈ കാടിനെ ജനശ്രദ്ധേയമാക്കിയത്. ഒരുപാട് പക്ഷികളുടെ ആക്ടിവിറ്റീസുകൾ ഇവിടെ കാണാനാവുമത്രേ. മറ്റു ഫോറസ്റ്റ് ട്രെക്കിങ്ങുകളിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ന് നമുക്കൊപ്പം കൂടെയുള്ളത് ഒരു വനിതാ ഗൈഡാണ്. കാടിനെ ചെറുപ്പം മുതൽ അടുത്തറിയുന്ന ഇവരുടെ അറിവുകളാണ് സത്യത്തിൽ നമുക്ക് കാടിൻ്റെ മുഴുവൻ ഭംഗിയും പ്രത്യേകതകളും മനസ്സിലാക്കി തരുന്നത്. ട്രെക്കിംഗ് തുടങ്ങി കുറച്ച് കഴിയുമ്പോൾ തന്നെ സൈക്കിളിൽ കൂടി പോകുന്നവരെയും കാണാം. അതുതന്നെയാണ് ഈ ട്രെക്കിങ്ങിന്റെ മെയിൻ ഹൈലൈറ്റ്. കേരളത്തിലെ തന്നെ ഏറ്റവും ചെലവ് കുറഞ്ഞതും സൈക്കിളിൽ കൂടി പോലും ട്രെക്കിംഗ് ചെയ്യാൻ പറ്റിയ ഒരേ ഒരു ഇടവും കൂടിയാണ് ചൂരത്തല ട്രെക്കിംഗ്. ഉൾക്കാട്ടിലെ വെറൈറ്റി വൃക്ഷങ്ങളെ ഗൈഡ് പരിചയപ്പെടുത്തി തരുമ്പോഴാണ് കേട്ടറിവ് മാത്രമുള്ള മരങ്ങളെ നേരിട്ട് കാണുന്നത്. ഇനി കാട്ടിൽ കയറുമ്പോൾ അനിമൽ സൈറ്റിംഗ് കിട്ടുമോ എന്നുള്ളത് ഭാഗ്യത്തിൻ്റെയും ഒരു സൂക്ഷ്മ നിരീക്ഷണ കഴിവിൻ്റെയും കോംബോ വർക്കൗട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അത് അനുഭവം ഉള്ളവർക്ക് കൃത്യമായി മനസ്സിലാവും. ഇപ്പോൾ നമ്മൾ നടന്നെത്തി നിൽക്കുന്നത് ചൂരത്തല വാട്ടർഫോളിൻ്റെ അടുത്തിട്ട് ഭാഗത്താണ്. കണ്ണീര് പോലെ തെളിയുറവ എന്നൊക്കെ പറഞ്ഞാൽ ദാ ഇതാണ്. ഇതുപോലെ പ്രകൃതിദത്ത കൂൾ വാട്ടർ കണ്ടാൽ കുടിക്കാതെ എങ്ങനെ പോകുക അല്ലേ? ആ വാട്ടർഫോളിന്റെ മുകൾ ഭാഗം കാണാനാണ് ഇനി നമ്മൾ പോകുന്നത്. പടുകൂറ്റൻ പാറയ്ക്കടിയിൽ വിശ്രമിക്കാൻ ഒരു ഇരിപ്പിടവും ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. ഈ കാണുന്ന വാട്ടർഫോളിൽ കുളിക്കാനുള്ള അവസരവും ഗൈഡ് നമുക്ക് അനുവദിച്ചു തരുന്നതാണ്. മഴക്കാലമായതിനാൽ പാറകളിൽ നല്ല വഴുക്കലുണ്ട്. സോ കെയർഫുൾ ആയി വേണം കുളിച്ച് രസിക്കാൻ എന്ന് മാത്രം. മഴക്കാലത്ത് മാത്രം ആക്റ്റീവ് ആകുന്ന ഒരു വാട്ടർഫോൾ ആണിത്. വലിയ വെള്ളമൊന്നും ഇല്ലെങ്കിലും ക്രിസ്റ്റൽ പോലെ ചിന്നിച്ചിതറി വന്നു പതിക്കുന്നത് കണ്ടു നിൽക്കാൻ ഒരു പ്രത്യേക രസമാണ്. ഈ ഏരിയ ഏതെങ്കിലും ഫിലിമിൽ കണ്ടതായി തോന്നുന്നുണ്ടോ? ഫഹദ് ഫാസിലിന്റെ കാർബൺ മൂവിയിലെ സോങ് ചിത്രീകരിച്ചിട്ടുള്ളത് ദാ ഇവിടെയാണ്. അങ്ങനെ നമ്മുടെ 3 മണിക്കൂർ കടന്നു പോയത് അറിഞ്ഞില്ല. ട്രെക്കിംഗ് കഴിഞ്ഞ് ഏകദേശം 3 മണിയോടെ നമ്മൾ ട്രെക്കിംഗ് ഓഫീസിലേക്ക് തിരിച്ചെത്തി. ഇവിടുത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞ് ഇനി നമ്മൾ പാർക്കിങ്ങിലേക്ക് പോവുകയാണ്. ബൈക്ക് എടുത്ത് യാത്ര തുടരാം. പാലപ്പള്ളി ഗ്രൗണ്ടാണ് ഇനി നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ. പാലപ്പള്ളി ഗ്രൗണ്ടിലേക്കുള്ള വഴി തെറ്റി നമ്മൾ ഇത്തിരി മുന്നോട്ട് പോയി. ഇനി ഈ കാണുന്ന റൈറ്റ് സൈഡിലേക്കുള്ള വഴിയെ കയറി മുന്നോട്ട് പോവാം. ഈ
കാണുന്നതാണ് ഹാരിസൺ മലയാളത്തിന്റെ റബ്ബർ എസ്റ്റേറ്റ്. ഈ റബ്ബർ തോട്ടത്തിനുള്ളിൽ കാണുന്നതാണ് പാലപ്പള്ളി ഗ്രൗണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 3:30 കഴിഞ്ഞിട്ടുണ്ട്. ഒരു ഹാഫ് ആൻ അവർ നമുക്കിവിടെ ടൈം സ്പെൻഡ് ചെയ്യാം. ഫുട്ബോൾ കളിക്കും ക്രിക്കറ്റ് കളിക്കും ഒരുപോലെ ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടാണിത്. IM വിജയനടക്കം വന്ന് കളിച്ച ഗ്രൗണ്ട്. കൂടാതെ കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് അഖിലേന്ത്യ സെവൻസ് ഫുട്ബോൾ മാച്ചും ഇവിടെ നടത്തിയിരുന്നു. ഗ്രൗണ്ടുകൾ നമ്മൾ ഇതിനു മുമ്പും കണ്ടിരിക്കാം. എന്നാൽ ചൂടോ വെയിലോ തട്ടാതെ നാച്ചുറൽ കൂളിങ്ങോടുകൂടി കളിക്കാൻ പറ്റിയൊരു ഗ്രൗണ്ട് ഇത് മാത്രമേ ഉള്ളൂ. ഈ ഗ്രൗണ്ടിന്റെ യഥാർത്ഥ ഭംഗി കാണണമെങ്കിൽ അത് ഹെലിക്യാമിലൂടെ തന്നെ കാണണം. ചുറ്റും തിങ്ങി നിറഞ്ഞ മരങ്ങൾക്കിടയിൽ ഈ ഗ്രൗണ്ട് കാണുന്നത് ഒരു പ്രത്യേക ഭംഗിയാണ്. തൃശ്ശൂരിന്റെ ആമസോൺ കാട് എന്നാണ് ഇതറിയപ്പെടുന്നത്. സമയം 4 മണി കഴിഞ്ഞു. ഇനി നമുക്ക് ചൊക്കന എന്ന മനോഹരമായ ഒരു ഗ്രാമത്തിലേക്ക് പോകാം. ആനകളുടെ നാടെന്നാണ് ചൊക്കന അറിയപ്പെടുന്നത്. എപ്പോഴും ആനകളുടെ സാന്നിധ്യം കാണുന്നത് കൊണ്ടാണ് ആ പേര് വരാനുള്ള കാരണം തന്നെ. ആനഗ്രാമത്തിലൂടെ നീങ്ങി തുടങ്ങിയെങ്കിലും നിർഭാഗ്യവശാൽ ഇതുവരെ ആനയെ കാണാനായില്ല. മരങ്ങൾക്കിടയിൽ എവിടെയെങ്കിലും ഒരാനയെങ്കിലും കാണാതിരിക്കില്ല എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോവാണ്. ചൊക്കന എന്ന ഗ്രാമത്തിലെ മറ്റൊരു അട്രാക്ഷനാണ് ഇവിടുത്തെ തൂക്കുപാലങ്ങൾ. ഇതാണ് ആദ്യത്തെ തൂക്കുപാലം. ഇതുപോലെ 3 നീണ്ട തൂക്കുപാലങ്ങൾ ഇവിടെ പലയിടത്തും ഉണ്ട്. ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആയതിനാൽ അന്യർക്ക് പ്രവേശനമില്ല എന്ന ബോർഡ് ഇവിടെ കാണാം. കാരണം ഇത് റബ്ബർ തൊഴിലാളികൾക്ക് മാത്രം തോട്ടങ്ങളിലേക്ക് പുഴ മുറിച്ചു കടക്കാനായി നിർമ്മിച്ചവയാണ്. ചുറ്റുപാടും പച്ചപ്പും തണുത്ത കാറ്റും നാട്ടിൻപുറത്തിൻ്റെതായ ശാന്തതയും ഈ ഗ്രാമഭംഗിയെ പ്രത്യേകം എടുത്തു കാണിക്കുന്നു. ഇതാണ് അടുത്ത തൂക്കുപാലം. ഇതിനും പഴക്കമേറെയുണ്ട്. ഇതിലൂടെ നടന്നു കാണുന്ന ഒരു രസം അത് വേറെ തന്നെയാണ്. മഴക്കാലമാകുമ്പോൾ ഇവിടുത്തെ വെള്ളം ഇരട്ടിയാവും. ഇനി നമ്മൾ പോകുന്നത് പ്രധാനമന്ത്രിയുടെ ഗ്രാമീണ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച ഉണ്ടായി ചക്കിപ്പറമ്പ് റോഡിലേക്കാണ്. ഇവിടുത്തെ കുറുമാലി നദിയുടെ കുറുകെ നിർമ്മിച്ച ഇരുമ്പുപാലമാണിത്. വന്ന വഴികളെല്ലാം മൊത്തത്തിൽ ചൊക്കന എന്ന് പറയുമെങ്കിലും ഇതാണ് യഥാർത്ഥ ചൊക്കന. ഇതുവരെയും ഭക്ഷണം കഴിക്കാനും മറ്റുമായുള്ള കടകൾ കാണാൻ സാധിച്ചില്ല. എന്നാൽ ഇവിടെ അതിനൊക്കെയുള്ള കടകളുണ്ട്. ഇപ്പോൾ സമയം ഏകദേശം 5:30 മണി കഴിഞ്ഞിട്ടുണ്ട്. ആനയെ കണ്ടിട്ടില്ല എന്നുള്ള തെല്ല് വിഷമത്തോടെ അങ്ങനെ നമ്മുടെ വൺ ഡേ ട്രിപ്പ് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഇവിടുന്ന് കൊടകര വഴി തൃശ്ശൂർക്ക് യാത്ര തിരിക്കാം. ഈ ട്രിപ്പ് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇനിയും മറ്റൊരു യാത്രാവിശേഷങ്ങളുമായി കണ്ടുമുട്ടാം.